ലോകകപ്പ് ബിഗ് സ്ക്രീൻ പ്രദർശനം ടൗൺഹാളിൽ നടത്തണമെന്നാണ് തങ്ങളുടെ നിലപാടെന്ന് UDF കൗൺസിലർമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രദർശനം ഒരു സംഘടനയ്ക്ക് മാത്രമായി തീരെഴുതുന്നതിനെയാണ് തങ്ങൾ എതിർക്കുന്നതെന്നും വ്യക്തമാക്കി. നഗരസഭയുടെ പേര് ദുരുപയോഗപ്പെടുത്തി ചിലർക്ക് സാമ്പത്തിക വെട്ടിപ്പ് നടത്താൻ കൂട്ടുനിൽക്കാനാവില്ലെന്നും പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് പറഞ്ഞു. പ്രദർശനം GSAക്ക് മാത്രമായി തീരെഴുതി നൽകുന്നതിനെ പിന്തുണയ്ക്കില്ല. അടിയന്തര കൗൺസിൽ വിളിക്കുകയും കായികപ്രേമികളെ ഉൾപ്പെടുത്തി സംഘാടക സമിതി രൂപവൽക്കരിക്കുകയും ചെയ്ത് ബിഗ് സ്ക്രീൻ പ്രദർശനം നടത്തണമെന്നും UDF ആവശ്യപ്പെട്ടു. UDF കക്ഷി നേതാവ് എന്ന നിലയിൽ താൻ കൊടുത്ത കത്ത് രഹസ്യ കത്തായി ചിത്രീകരിക്കാൻ ശ്രമം നടത്തിയതായും ബഷീർ പൂക്കോട് പറഞ്ഞു. UDF കൗൺസിലർമാർ ആവശ്യപ്പെട്ടത് ഇത് ബിഗ് സ്ക്രീൻ പ്രദർശനം നടത്തണ്ട എന്നല്ല, പകരം നഗരസഭ നേരിട്ട് നടത്തണമെന്നും ഇത്തരത്തിൽ ഈ ഭാഗത്തുള്ള ഗുരുവായൂർ പ്രദേശത്തുള്ള മറ്റ് സംഘടനകളെ കൂടി യോജിപ്പിച്ചുകൊണ്ട് സംഘാടക സമിതി വിളിക്കണമെന്നും അതിൽ നിന്ന് എല്ലാവരും കൂടി ചേർന്ന് നഗരസഭ മുന്നിട്ടുകൊണ്ട് ഇത്തരമൊരു പ്രദർശനം നടത്തണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതിനൊരു കാരണം കൂടിയുണ്ട്. ഒന്ന്, ഈ സാമ്പത്തിക നഷ്ടത്തിൻ്റെ മാത്രമല്ല, 2002 ഈ GS എന്ന സംഘടനയാണ് ഇവിടെ ഈ ബിഗ് സ്ക്രീൻ പ്രദർശനം നടത്തിയത്. അതിൻ്റെ പേരിൽ വ്യാപകമായ പിരിവ് നടന്നതായിട്ട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പല ഭാഗത്തു നിന്നും ഇതിൽ പിരിവ് നടത്തിയിട്ടുണ്ടെന്നും അതിനൊന്നും ഒരു രേഖയുമില്ല എന്നും നമ്മളിതിൽ കാണുന്നുണ്ട്. ഈ കൗൺസിലിൻ്റെ ഈ 27/4 കൗൺസിലിൻ്റെ മിനിറ്റ്സ് കൗൺസിലർമാർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു, അതിലും കൂടുതൽ ദിവസങ്ങളായി. ഇതുവരെ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ നഗരസഭയുടെ ചെയർപേഴ്സൺ അതിനുശേഷം പറഞ്ഞത് GSAക്ക് മാത്രമായി കൊടുക്കാൻ നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചു എന്നാണ്. ആ തീരുമാനം ഈ മിനിറ്റ്സിൽ രേഖപ്പെടുത്തേണ്ടി വരുമെന്ന് കരുതിയിട്ടാവും മിനിറ്റ്സ് ഇതുവരെ കൊടുക്കാതിരുന്നത്. അപ്പോൾ ഇന്നലെ നടന്ന കൗൺസിലിൽ പാർലമെൻറ്റ് പാർട്ടി ലീഡർ എന്നൊരു രഹസ്യ കത്ത് കൊടുത്തു തന്നെ. എങ്ങനെ രഹസ്യ കത്താവുക? ഇത് ആണ് ഞാൻ കൊടുത്ത കത്ത്. ഇതിൽ നമ്പർ ഇട്ടിട്ടാണ് കൊടുത്തുള്ളത്. ഞാൻ താഴത്തെ ഓഫീസിൽ താഴത്തെ ഫ്രണ്ട് ഓഫീസിൽ നമ്പർ ഇട്ടിട്ട് മുകളിലേക്ക് കൊടുത്ത കത്ത് തന്നെയാണ് രഹസ്യ കത്താവുന്നത്. ഞാൻ നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കാൻ ചെയ്യുന്നത് എൻ്റെ ഡ്യൂട്ടിയല്ല. അവർക്ക് പരസ്യമാക്കുന്ന ഏത് രീതിയിൽ പരസ്യമാക്കാം, നിങ്ങൾക്ക് ആർക്കും വായിക്കാം. ഈ എഴുത്തിൽ എവിടെയാണ് കളി വേണ്ട എന്ന് വെക്കുന്നത്, ബിഗ് സ്ക്രീൻ പ്രദർശനം വേണ്ട എന്ന് എവിടെയാണ് രേഖപ്പെടുത്തിയത്? ഇന്നലെ നടന്ന അടിയന്തര കൗൺസിലിൽ ചട്ടവിരുദ്ധമായാണ് ഭരണപക്ഷം ബിഗ് സ്ക്രീൻ വിഷയം ഉന്നയിച്ചതെന്ന് കൗൺസിലർ KM മെഹ്റൂഫ് പറഞ്ഞു. അജണ്ടയിൽ ഇല്ലാത്തൊരു കാര്യത്തിന് ഒരു കൗൺസിലിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. കൗൺസിൽ അജണ്ട വന്നിട്ടില്ല. കൗൺസിൽ അജണ്ട വരാതെ വെറുതെ നമ്മൾ അവിടെ നിന്ന് സംസാരിക്കുന്നതിനൊക്കെ എന്ത് വാല്യൂ ഉള്ളത്? പറഞ്ഞ് അവസാനിപ്പിച്ച് പോകാന്നല്ലാതെ ഇന്നലെ എടുക്കുന്ന ചിത്രത്തിൽ എങ്ങനെ വരിക? VS നവനീത്, MV ബിജു, പ്രിയ രാജേന്ദ്രൻ, നൌഷാദ് അഹമ്മു, ബിന്ദു നാരായണൻ, സുഷ ബാബു, AV ഉണ്ണികൃഷ്ണൻ, ജലീൽ പണിക്ക് വീട്ടിൽ, PK മഹിജ, ഷീന റാഫേൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.